ബനാസെ മുറിച്ചിട്ടുണ്ടെങ്കിൽ ആ കാലം വണ്ടി കിടക്കണ നോക്കിയാ മരിച്ചത് അത് പാടത്തേക്ക് കിടക്കണം. ഭയങ്കര എത്ര ആള് മരിച്ചു? എന്തൊരു അപകടം കണ്ടിട്ടില്ല ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ. വലിയൊരു അപകടം തന്നെ. വലിയ അപകടമാണ്. പുതിയ കാരണം അത് പുതിയ വണ്ടി എന്താ ഇതിന് കാരണം? നമ്മളെ പുതിയ റോഡിന്റെ പ്രശ്നം. ആ ലോറി മറ്റേ ലോറി ബ്രേക്ക് പൊട്ടിയതാ പറഞ്ഞിട്ട് അയാൾക്ക് വേറെ കയറ്റിയാൽ മതി മറ്റേ ഹൈവേയിലേക്ക്. വല്ലാത്തൊരു അപകടമല്ലേ. അയ്യോ അതിന്റെ അവസ്ഥ ഇത് മറ്റേതാണ് ജീവ. ഇത് അടിപൊളി വണ്ടിയില്ലേ. ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കോട്ടക്കൽ ഭാഗത്ത് മമ്മാലിപ്പടിയിലാട്ടോ. ഇവിടെ ഏതാനും ദിവസം മുമ്പ് ഒരു വലിയ ലോറി 15 വാഹനങ്ങളെ ഇടിച്ചു തകർന്നു. ഇത് ആ കാണുന്ന റോഡിൽ നിന്നായിരുന്നു ആ വാഹനം വന്നത്. ബ്രേക്കില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. എന്നിട്ട് ഈ നിരത്തിലുണ്ടായിരുന്ന വാഹനങ്ങളെ ഇടിച്ച് തകർത്ത് 2 ആളുകൾ മരണപ്പെടുകയും ചെയ്തു. ഒരു കുഞ്ഞും അതിൽ പെട്ടിരുന്നു. എന്തായാലും വലിയ ആക്സിഡൻ്റ് ആയിരുന്നു. ഈ ആക്സിഡൻറ്റ് നടന്ന സമയത്തൊന്നും ഒരു വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ഇന്നീ വഴിക്ക് വന്നപ്പോൾ ഞങ്ങൾ 3 പേരുണ്ട്. അങ്ങനെ കണ്ടപ്പോൾ എടുക്കുകയാണ്. അപ്പോൾ ഒരു വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ ഷെയർ ലൈക്കും കമൻറ്റൊക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ആ വീഡിയോസിൻ്റെ കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് നിങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, വെയിറ്റ്. പനാസ് എങ്ങോട്ടൊക്കെ റിഡിസിൻ്റെ കിടപ്പ് നോക്കിയാൽ വല്ലാത്തൊരിതായി പോയി. ഇതിന് മേലേക്ക് മറിഞ്ഞു തോന്നിട്ടില്ല. ഈ ഭാഗമായിട്ട് ഇടിച്ച് തവർത്തിയുണ്ട്. ബാക്കിലും പണിയുണ്ടല്ലോ. ഇത് എന്താ സംഭവം? ബാക്കിലും ഇത് ഒന്നായിട്ട് ഇതായിട്ടുണ്ടല്ലോ അല്ലേ. ഈ വണ്ടിയിലുള്ള ആളെ മരിച്ചത് അല്ലല്ല, അതൊരു ഫോർഡിലുള്ള ആളാണ് തോന്നുന്നത്. ആ ഫോർഡിൻ്റെ ഇപ്പോൾ നമുക്ക് കിട്ടും. ഒരു വൈറ്റ് ഫോർഡ് ഉണ്ടായിരുന്നു അന്ന്. അതൊരു സ്വിഫ്റ്റാണ്. ആ സ്വിഫ്റ്റിന് അത്യാവശ്യം നല്ല പരിക്കേറ്റിട്ടോ. നല്ല ഡാമേജ് ആയിട്ടുണ്ട്. അയ്യോ മോനെ, എല്ലാ ഭാഗത്തും ഉണ്ടല്ലോ അല്ലേ, ഒരു ഭാഗം മാത്രമല്ല. ഇതൊക്കെ പിന്നെ പണിയെടുത്ത് നന്നാക്കാൻ പറ്റൂട്ടോ. വലിയൊരു കുഴപ്പമൊന്നും ഈ വണ്ടിക്ക് ഉണ്ട്. ഇതൊക്കെ ഗ്ലാസ് ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വലിയൊരു ആക്സിഡൻറ്റ് ഞാൻ കാണുന്നത്. ഇത്രയും വലിയൊരു ആക്സിഡൻറ്റ് ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഞാൻ ഇത് നടക്കുന്ന സമയത്ത് ഞാൻ നാട്ടിലില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ കുറേ വേറൊരു ഞങ്ങൾ നാട്ടിലൊരു യൂട്യൂബറുടെ വീഡിയോയിലാണ് ഈ സംഭവം ഞാൻ കണ്ടതായിട്ട് അറിഞ്ഞത്. പല ന്യൂസ് ചാനലിലൊന്നും വന്നില്ല. ആ സമയത്തൊക്കെ ഇന്ത്യ പാകിസ്ഥാനിൻ്റെ യുദ്ധവുമായി ബന്ധപ്പെട്ട ന്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ ഭയങ്കര ഷോക്കായിപ്പോയി. ഇത്രയും വലിയൊരു ആക്സിഡൻറ്റ് ഒരുപാട് 16ഓളം വണ്ടികൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഭയങ്കര വിഷമമായി ഇതൊക്കെ കണ്ടപ്പം. മനസ്സ് എന്തോ മരവിച്ച് പോയി ഇതൊക്കെ കണ്ട സമയത്ത്. ഓരോ കാറിൻ്റെ കെടുപ്പും അതുപോലെ ബൈക്കിൻ്റെ കെടുപ്പൊക്കെ. പൾസർ നോക്കിയാൽ ഈ പൾസറിന് എന്താ പ്രശ്നം വെച്ചാൽ പൾസറിന് ടാങ്ക് കേട്ടോ. ഇതൊക്കെ എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? ഭയങ്കരമായിട്ട് പൾസറിൻ്റെ ഒരു സൈഡൊക്കെ നന്നായിട്ട് ഇതായിട്ടുണ്ട്. വേറെ ബൈക്കൊക്കെ പെട്ടിരുന്നു. കഷ്ടല്ലേ. ഇതാ വണ്ടി ബ്രാസിന്റെ കോൽ നോക്കിടാ. നമ്മുടെ നാട്ടിലെ വണ്ടി അതെ മോനെ. ഇത് ടയോട്ടയ്ക്കും നല്ല പരിക്കുണ്ട് കേട്ടോ. ബാക്കൊക്കെ കണ്ടില്ല അല്ലേ. ഇത് നമ്പർ പ്ലേറ്റൊക്കെ ഒഴിവാക്കി. ഇതൊക്കെ പുതിയ വണ്ടി. ഹൈഡ്രോടാ പുതിയ വണ്ടി, രജിസ്ട്രേഷൻ ചെയ്യാത്ത വണ്ടിയിടാണ്. അതല്ല പോയതൊക്കെയാ സൈഡ് പോയതൊക്കെയാ. ഒക്കെ റെഡിയാക്കുകയും ചെയ്യാം. ഇതൊക്കെ ടോട്ടൽ ലോസ് ആവും. ഇതൊക്കെ ഇത് കമ്പനി ടോട്ടൽ ലോസ് പുതിയ വണ്ടി കൊടുക്കും. പുതിയ വണ്ടി ഭയങ്കര എന്താ പറയാ, ഇത്രയും കേടുപാട് പുതിയ വണ്ടികൾ പറ്റിയാൽ ന്യൂസിലൊക്കെ വന്നിരുന്നു. ഇതൊക്കെ അതേതാ വണ്ടി മനസ്സിലായി? ഇതിന്റെ പയ്യന്റെ അതെന്താ വെച്ചാൽ പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധത്തിന്റെ ഉന്തുതള്ളും ആ ഉന്തുതള്ളുവിനെ പെരുപ്പിച്ച് കാണിക്കലേനാ. ആ സമയത്ത് അതിന്റെ ബാക്കിലായിരുന്നു ആൾക്കാർ. അതിന്റെ ബാക്കിലായിരുന്നു. വലിയൊരു ആക്സിഡന്റ് ആയി പോയി. അന്ന് ആ യുദ്ധത്തിന്റെ പ്രശ്നമില്ലെങ്കിൽ ഈ ഒരു ആക്സിഡന്റ് എല്ലാവരും അറിഞ്ഞിരുന്നു. കാരണം 16 വണ്ടികളാണ്. അല്ല, റോഡിനെ കുറ്റമെടുക്കാറില്ല. ആ വണ്ടിയൊക്കെ ആ ലോറി കിടക്കുന്ന വണ്ടി ഉണ്ടല്ലേ, ആ ലോറിന്റെ ബ്രേക്ക് പോയിട്ട് ഇടിച്ച് തമർത്തിയാണ്. ആ ലോറിക്കാരൻ എന്താ വെച്ചാൽ നേരെ ഹൈവേക്ക് വിട്ടാൽ മതിയെന്നോ. എന്നാൽ ഓന് മാത്രമേ പരിക്കൊറ്റുള്ളൂ. ഓന് ബ്ലോക്ക് റോഡിലേക്ക് ഇറക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല അവിടെ. അങ്ങനെ പറ്റി വല്ലാതെ ഭയങ്കര ഇതായി കണ്ടപ്പോ. ഇതേതാ വണ്ടിയടാ? ഇത് നമ്മളെ അത് പുതിയ മോഡല് മറ്റേ ബലൂനാ. വേറെ വണ്ടി വരാണ്ടല്ലേ. സൈഡൊക്കെ ഇത് വല്ല ഈ സൈഡ് വല്ല സൈഡ് വലിയ പ്രശ്നമില്ല. എനിക്ക് തോന്നുന്നു ഒരു മൂല മാത്രമേ ഇടിച്ചിട്ടുള്ളൂ. ഇത് എന്താ വെച്ചാൽ കൂട്ടടി ആയതുകൊണ്ട് എന്താ അറിയാം, 4 ഭാഗത്തു നിന്നൊക്കെ
ഈ പാടത്ത് ചെന്നാൽ ലോറി വന്നുകൊണ്ട് നിന്നത്. അതാണ് ഈ റിഡ്സ് കിടക്കുന്നത്. ഈ റിഡ്സിന്റെ വല്ല ഭാഗം കുട്ടി എന്താ തോന്നുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തെ ഒരു വണ്ടി തന്നെയാണ് കേട്ടോ. അതായത് എന്താണ് ഫോർഡ് വണ്ടി. ആ ഫോർഡിന്റെ ഉള്ളിലെ ആള് മരിച്ചത്. ഇതേ വണ്ടി അറിയാം, ജുപ്പിറ്റർ കിടക്കുന്നത്. വല്ലാത്ത കഷ്ടല്ലേ. ഒരു പാഷൻ ബ്ലോക്ക് നോക്കിയാലേ ഇത് ഞാൻ കൊണ്ടുപോകണല്ലേ. എന്തായാലും വല്ലാത്ത കഷ്ടമായിട്ട് സുഹൃത്തുക്കളെ, സങ്കടമായി പോയി.